ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചിന്തയും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ജീവിതമൊക്കെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ദ സീക്രട്ട്. റോണ്ട ബേൺ എഴുതിയ ഈ പുസ്തകം നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ചിലർ എല്ലായ്പ്പോഴും വിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്? നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയുന്നു. ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അറിയാൻ സാധിക്കും ദ സീക്രട്ട് യഥാർത്ഥത്തിൽ എന്താണ്, നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നു, എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ പ്രയോഗിക്കാം. അതിനാൽ ശാന്തമായിരിക്കുക, നമുക്ക് ഈ സീക്രട്ട് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ എന്താണ് ദ സീക്രട്ട്? ദ സീക്രട്ട് ഒരു സർവ്വസാധാരണ നിയമത്തെ അടിസ്ഥാനമാക്കിയതാണ്. ഈ നിയമം അറിയായിരുന്നവർ മഹത്തായ ദാർശനികരുണ്ടായിരുന്നു, വിജയിച്ച ബിസിനസ്സുകാർ, ആത്മീയ നേതാക്കൾ, ചരിത്രത്തിൽ വളരെ ശക്തരായ വ്യക്തികൾ ഒക്കെ ഈ നിയമത്തെ അറിയാവുന്നവരായിരുന്നു. ഈ നിയമത്തിൻ്റെ പേരാണ് ആകർഷണമേ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ. ഈ ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലവ് യു യൂണിവേഴ്സ്, ഐ ബിലീവ് യൂണിവേഴ്സ് എന്നൊന്ന് കമൻറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ തുറന്നു കാണുക. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് വെറും ചിന്തകളല്ല, ഇവ ഒരു ഊർജ്ജമാണ്. അപ്പോൾ ഈ ഊർജ്ജം നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സ് വാക്കുകളല്ല കേൾക്കുന്നത്, അത് വികാരങ്ങളും അനുഭവങ്ങളും ആണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്ഥിരമായി ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മളുടെ ചിന്തകളാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒരു ഓർഡർ നൽകുന്ന പോലെയാണ്. യൂണിവേഴ്സ് ഒരു വലിയ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണെന്ന് കരുതുക. നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ദരിദ്രനാണ്, എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കുന്നില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നത് കൂടുതൽ ദാരിദ്ര്യം, കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ നിരാശ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത്തരം ഒരു ഫീലിംഗ്, നമ്മൾ ദരിദ്രനാണെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പറയുകയല്ല ചെയ്യുന്നത്, ആ ഒരു ഫീല് നമ്മുടെ മനസ്സിലുണ്ട്, ആ ഒരു വിഷമമുണ്ട്, ആ ഒരു ഫീല് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ ദരിദ്രനാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോഴാണോ ഒരു കൃത്യമായ ഫീൽ നമ്മളിൽ നിന്നുണ്ടാകുന്നത്? അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ്, ഇല്ല ഞാൻ സമ്പന്നനാണ്, എന്നിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പറയും. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോഴാണോ കൃത്യമായ ഒരു ഫീലിംഗ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്? അതും എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് പറയുമ്പോഴാണ്. പണമില്ലാത്ത ഒരാൾ പണമുണ്ട് എന്ന് അഫർമേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് കുറേ താമസമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ദരിദ്രനാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാകുന്നു, അതേ ഫീലിംഗ്, അതേ രീതിയിലുള്ള നെഗറ്റീവ് അല്ലാത്ത പോസിറ്റീവ് ഫീലിംഗ് നമ്മൾ പണക്കാരനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവണം. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും നമുക്ക് ഫെയിലിയർ ആകുന്നത്. നമ്മൾ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, ആ ഒരു ഫീൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ദാരിദ്ര്യവും കൂടുതൽ പ്രശ്നങ്ങളും ഒക്കെ കൂടുതൽ നിരാശയും ഒക്കെ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, പ്രപഞ്ചം അത് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ ആരോഗ്യമുള്ളവനാണ്, എൻ്റെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നു. അപ്പോൾ യൂണിവേഴ്സ് അതിന് മറുപടി പറയും, അതേ ഫീലിങ്ങോടുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ദ സീക്രട്ട് എന്ന പുസ്തകം നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക. കാരണം ഇന്നത്തെ നിങ്ങളുടെ ജീവിതം ഇന്നലത്തെ നിങ്ങളുടെ ചിന്തകളുടെ ഫലമാണ്. അപ്പോൾ ചിന്തകൾ മാത്രം മതിയാവുമോ? ഇല്ല, ചിന്തകൾ മാത്രം മതിയായില്ല, വികാരങ്ങളാണ് ഇതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. റോണ്ട ബേൺ പറയുന്നത്, ശക്തമായ വികാരങ്ങളോടൊപ്പം വന്നാൽ മാത്രമാണ് ചിന്തകൾ ശക്തമാകുന്നത്. ഉദാഹരണത്തിന്, ഞാൻ സന്തോഷവാനാണ് എന്ന് നമ്മൾ വെറുതെ പറയുന്നത് അതൊരു ദുർബലമായ സിഗ്നലാണ്.
ആഴത്തിൽ സന്തോഷവും നന്ദിയും അനുഭവിക്കുമ്പോൾ അതൊരു ശക്തമായ സിഗ്നലായിട്ട് മാറും. ഞാൻ സന്തോഷവാനാണെന്ന് വെറുതെ പറയുന്നതിനപ്പുറത്ത് ആഴത്തിലുള്ളൊരു സന്തോഷവും നന്ദിയും, അതെ ഞാൻ സന്തോഷവാനാണ്. അങ്ങനെ നമുക്ക് സന്തോഷവാനാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളെ മറക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കുള്ള പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതലുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിലുണ്ടാവും, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഫീല് പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് ഇത്ര ശക്തമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നന്ദി എപ്പോഴും നമ്മൾ പറയണം എന്ന് പറയുന്നത്. നമ്മൾ നന്ദിയുള്ളവനാകുമ്പോൾ സമൃദ്ധിയുടെ സന്ദേശമാണ് നമ്മൾ അയക്കുന്നത്. കൂടുതൽ നന്ദിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. വലിയ കാര്യങ്ങൾ ആവശ്യമില്ല. നമുക്കുള്ള ആരോഗ്യത്തിന്, ജോലിക്ക്, കുടുംബത്തിന്, നമ്മുടെ ജീവന്. എത്രയോ പേരുടെ ജീവൻ ഓരോ ദിവസവും നഷ്ടപ്പെടുന്നു. നല്ല കുടുംബം നമുക്ക് ലഭിക്കുന്നു, നല്ല ജോലി നമുക്കുണ്ട്. അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലാത്തവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ജോലിയുണ്ട്, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതിനൊക്കെയും നന്ദി പറയും. ഈ സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മാനിഫെസ്റ്റേഷനെ ഒരു 3 ലളിത ഘട്ടങ്ങളായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആസ്ക്, ബിലീവ്, റിസീവ് എന്ന് വെച്ചാൽ ആദ്യത്തേത് ആസ്ക്, ചോദിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയാം. ഓക്കെ, ഇങ്ങനെയല്ല എനിക്ക് ദാരിദ്ര്യം വേണ്ട എന്ന് പറയുന്നതിന് പകരം എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം എന്ന് വ്യക്തമായി പറയുക. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. വ്യക്തതയെ യൂണിവേഴ്സ് സ്നേഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം ബിലീഫ്, വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക. സംശയം അതിൻ്റെ പ്രകടനത്തെ തടയും. അപ്പം നമ്മളൊരു വിത്ത് നട്ട ശേഷം ഓരോ ദിവസവും മണ്ണ് കുഴിച്ച് നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ വിശ്വാസം വെച്ച് പുലർത്തുക. അതെ, നമ്മളൊരിക്കൽ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്താൽ മതി. അത് വെള്ളവും വളമിട്ടാൽ അത് വളർന്നു വരും, അല്ലേ? അതാണ് നമ്മുടെ വിശ്വാസം. അത് നമ്മളെടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അവിശ്വാസം ഉണ്ടാകാതെ ഇരിക്കുക. മൂന്നാമത്തെ അതിൽ പറയുന്ന കാര്യം സ്വീകരിക്കുക, റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ അത് ഇതിനകം ലഭിച്ചതുപോലെ നമുക്ക് പെരുമാറുക, ആ സന്തോഷം അനുഭവിക്കുക, നന്ദി പ്രകടിപ്പിക്കുക, ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. വിജയായ ഒരാളായി നിങ്ങൾ പെരുമാറുമ്പോൾ വിജയം നിങ്ങളിലേക്ക് തനിയെ വന്നു ചേരും. അപ്പോൾ ആളുകൾ സാധാരണ ചെയ്യുന്ന പിഴവുകൾ എന്തൊക്കെയാണ്? പലരും പറഞ്ഞു ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പരീക്ഷിച്ചു, പക്ഷേ ഫലം കണ്ടില്ല. കാരണം സ്ഥിരം പരാതി പറയലാണ്. പരാതി കൂടുതൽ പ്രശ്നങ്ങളെ ആകർഷിക്കും. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും പരാതി പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളെ നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഭയവും സംശയവും ഉണ്ടെങ്കിൽ, ഇത് ആഗ്രഹത്തേക്കാൾ ശക്തമാണ് ഭയം. അതുകൊണ്ട് ഭയവും ശക്തവും ഉണ്ടെങ്കിൽ, സംശയവും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ സാരമായിട്ടത് ബാധിക്കും. നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ പ്രവർത്തനമില്ലാത്ത കാത്തിരിപ്പ്. ഈ സീക്രട്ട് എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല, അതിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. നമ്മളൊരു ജോലി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം, അവസരങ്ങൾ കണ്ടുപിടിക്കണം, പ്രവർത്തിക്കണം, വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. അല്ലാതെ ജസ്റ്റ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് വേണ്ട, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേണ്ട വാതിൽ തുറക്കുന്നത് യൂണിവേഴ്സാണ്. പക്ഷേ വാതിൽ തുറന്നു തരികയുള്ളൂ, കയറേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ദിനചര്യയിൽ നമുക്ക് ഈ സീക്രട്ട് പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജോലി, പണം. അപ്പോൾ വിജയം മനസ്സിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുത്തുക. പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരിക്കലും സംസാരിക്കരുത്. എനിക്ക് സാധിക്കില്ല എന്ന് പറയരുത്. പകരം പറയുക, പണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ നിങ്ങളൊന്ന് കമൻ്റ് ഇടും, യൂണിവേഴ്സ് കേൾക്കട്ടെ. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ രോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്, ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അപ്പം നമ്മുടെ ശരീരം ശക്തവും ഊർജ്ജമുള്ളതാണെന്ന് കണക്കാക്കുക. പിന്നെ ബന്ധങ്ങൾ, ഒറ്റപ്പെടലിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ആളുകൾക്ക് നന്ദി പറയുക, നമ്മളോട് സ്നേഹം കാണിക്കുന്ന ആളുകളെക്കുറിച്ച് നന്ദി പറയുക. നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത് അത് തന്നെയാണ് വളരുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടലിനെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ കൂടുതൽ നമ്മൾ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ദ സീക്രട്ടിൻ്റെ യഥാർത്ഥ രഹസ്യം ഇതാണ്. നിങ്ങൾ കരുതുന്നതിലുപരി നിങ്ങൾ ശക്തനാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. ചിന്ത മാറ്റുക, വികാരം മാറ്റുക, ജീവിതം മാറ്റുക. ഓർക്കുക, ചിന്തകളെ ശ്രദ്ധിക്കുക, നന്ദിയുള്ളവനാകുക, കാണുന്നതിന് മുമ്പ് വിശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക,
ഐ ബിലീവ് യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ മികച്ച ജീവിതം ഇപ്പോൾ തന്നെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീണ്ടും കാണാം. ബൈ ബൈ.